everyone, assalamu alaikum. Welcome to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇന്ന് ഒരു തിരക്ക് പിടിച്ച നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തിരക്ക് പിടിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 2 വർക്ക് രാവിലെ തന്നെ ഉണ്ട്. അതിനുശേഷം ഒരു കല്യാണം പോകണം, അത് കഴിഞ്ഞിട്ട് ഒരു വെഡിങ് വർക്കുണ്ട്. അപ്പോൾ എന്തായാലും കരുതി ഒരു വ്ലോഗ് എടുക്കാമെന്ന്. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നതും അങ്ങനത്തെ വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് തിരക്ക് പിടിച്ചത് എങ്ങനെയാണ് എന്നൊന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മൾ വാപ്പി ഇന്നലെ രാത്രിയാണ് എത്തിയത് എറണാകുളത്ത് നിന്ന്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഫുൾ മഴയും കാറ്റും കരണ്ടും ഇല്ലാതെ ആരും ഇവിടെ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ നല്ല വാപ്പി എത്തിയിട്ടുണ്ട്. വാപ്പിയാണ് കൊണ്ടുപോകുന്നത്. ഹലോ ഗായ്സ്. ഇരുട്ടാണ് ഗൈസ്. ബാക്കിൽ ഉമ്മച്ചിയുണ്ട്. അപ്പോൾ 2 പേരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇതാണ് 2 പേരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രാവിലത്തെ 2 വർക്കും വരുന്നത് ഒരു സ്ഥലത്ത് തന്നെ അടുത്തടുത്തായിട്ടാണ്. അപ്പം ഫസ്റ്റ് ഒരു വർക്ക്, ഒരു വെഡിങ് വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു എൻഗേജ്മെന്റ് വർക്കിന് വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നെ ഈ ഇടയ്ക്ക് പൂച്ചയൊന്ന് ചെറുതായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുക. ആ ഡേറ്റ് ഇന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കൂടി നടക്കണം. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ 500K. അതൊന്നും മര്യാദയ്ക്ക് അതിന്റെ കൗണ്ട് ഡൗൺ ഒന്ന് നോക്കി വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊരു വിഷമമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വൈകിട്ടേ ആകൂ എന്ന്. ആദ്യമായിട്ടാണ് തോന്നുന്നു കുറച്ചുകൂടി പയ്യെ ആയാൽ മതി സബ്സ്ക്രൈബർ എന്ന് തോന്നുന്നത്. കാരണം എനിക്കത് ആ ഒരു കൗണ്ട് ഡൗൺ കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എന്തായാലും അതും നോക്കാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ ബ്രൈഡിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. Next right onto Kunakut Pattasti Road, then turn left onto Memi. ഗൈസ്, പെണ്ണ് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇരിക്കത്തില്ല, അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. എല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ കപ്പ് ഇങ്ങനെ വെറുതെ ഇരിക്കും. നമ്മള് ആരും കുടിക്കത്തില്ല. അപ്പോൾ എല്ലാം സെറ്റാണ്. ഐഷാഡോ ഒക്കെ അതിലല്ലേ, അതുകൂടി ഇങ്ങനെ എടുത്തേക്കെ. നല്ല ഹൈറ്റുള്ള കട്ടിലായതുകൊണ്ട് തന്നെ തലേണയൊക്കെ വെച്ച് ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. ഉമ്മച്ചി ഇവിടെ സാരി ജസ്റ്റ് ഒന്ന് ഡ്രേപ്പ് ചെയ്ത് വെക്കുക. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി ആട്ടോ. നല്ല സ്റ്റോൺ വർക്ക് ഉണ്ടായാലും വലിയ വെയിറ്റ് ഇല്ല. ചില ബ്രൈഡ്സിനാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അപ്പം എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. കരഞ്ഞു പോകുന്നതിന്റെ വിഷമാണോ? ഓ, അപ്പൊ പോകുന്നതിന്റെ വിഷമത്തിൽ ഇപ്പഴേ കരഞ്ഞാന്നോ? അയച്ചോടാ, ഇങ്ങോട്ടാ ഫ്രണ്ടിലോട്ട് ഇരുന്നോ. പേര് ഫാത്തിമ. എന്റെ കഴിഞ്ഞ വ്ളോഗിലും ഞാൻ ഫാത്തിമായി കുറെ ഫാത്തിമായി ഒരുക്കിയിരിക്കും. ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കറിയില്ല. നോസ്റ്റിപ്പിലോട്ട് നോക്കണേ. കുറച്ച് കണ്ണീരൊക്കെ വരും, കാര്യമാക്കണ്ട. ഇവിടോട്ട് നോക്കിയാൽ കേട്ടോ. നമ്മൾ റൂമിലെത്തിയ ഉടനെ തന്നെ ലൈറ്റും അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രൈഡിനെ കുറച്ച് നേരം പരിചയപ്പെട്ടു. ആൾ കുറച്ച് ഡള്ളായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. തലേ ദിവസം കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ, എല്ലാ ബ്രൈഡ്സിനും ആ ഒരു വിഷമം കാണും. അത് ഈ ആൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ലെൻസ് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളപ്പോൾ ആ ഒരു സാരിക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു കളറാണ് ഐഷാഡോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലിപ്സ്റ്റിക് ആണെങ്കിലും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളത് ഇടാൻ ബ്രൈഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിജാബാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടർബൻ കെട്ടിയിട്ട് വേണമായിരുന്നു ഹിജാബ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ എടുത്ത് വെച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ നെറ്റ് ചുട്ടി ഫിറ്റ് ചെയ്തിട്ട് വേണം ഹിജാബൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ആക്സസറീസ് ആയിരുന്നു കേട്ടോ. കമ്മലിടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഹിജാബ് കൊണ്ട്. അങ്ങനെ ഉമ്മച്ചി ആ ഒരു ഹെയർ ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ സാരി ഡ്രേപ്പിങ്ങും ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലോട്ട്, അതായത് ഹിജാബ് റോളിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ വേളയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, ഒന്നും പറയില്ല. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ചേരുന്നുണ്ട്. പാടുന്നു. എനിക്ക് നാണമാ.
അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൈഡിന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു HD ഫിനിഷോടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ആയിരുന്നു. നല്ല പിഗ്മെൻറ്റഡ് ഒക്കെ ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. നിങ്ങൾ ആദ്യം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ആ ഒരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു രീതിക്കായിരുന്നു മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിജാബ് റോളിങ് അതിൻ്റെ ഇടയ്ക്ക് കൂടി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷോളും കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ഫാത്തിമയുടെ വെഡ്ഡിങ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രൈഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമായല്ലോ? ഇഷ്ടമായല്ലോ എന്ന് ഞാൻ ചോദിക്കും. ഇഷ്ടമായി. ഓക്കെ. അപ്പോൾ സെറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ അടുത്ത സ്ഥലത്തോട്ട് ഇനി പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ അടുത്ത പന്തലും തപ്പി എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റും പന്തലും എവിടെ കണ്ടാലും ഇപ്പോൾ കയറും. അത് കറക്റ്റ് ബ്രൈഡിൻ്റെ ഡെസ്റ്റിനേഷൻ ആണെന്നൊന്നുമില്ല. യെസ്, ബ്രൈഡ് താ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മേക്കപ്പ് പ്രോഡക്ട്സും അതുപോലെ തന്നെ ഈ ലൈറ്റ് എവിടെ ഫിറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മളപ്പം അവിടെ എടുക്കാത്ത 2 സാധനങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. സ്ട്രൈറ്ററും ക്രിമ്പറും. മുടി ഉണങ്ങിയിരിക്കുകയല്ലേ. അപ്പം നമുക്ക് ഹെയറിൽ പണിയുണ്ട്. ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിരിപ്പുണ്ട്. ആൾ പാലക്കാട് എങ്ങാണ്ടൊക്കെ പഠിക്കുന്നത്. കുറേ ഫ്രണ്ട്സ് എല്ലാവരെയും ജെറ്റ് ചെയ്തിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻഗേജ്മെൻറ്റ് ബ്രൈഡ് അഫ്സിയ. നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു പ്ലേസിൽ തന്നെ ഒരു ബ്രൈഡിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആളുടെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ് അഫ്സിയ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്കിൻ പ്രെപ്പിങ് കഴിഞ്ഞിട്ടാണ് ലെൻസൊക്കെ വെച്ച് കൊടുക്കുന്നത്. ലെൻസ് വെക്കാൻ വലിയ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. ആളുടെ ഒരു ബ്രൗൺ ഐസ് ആയിരുന്നു. അതിനെ എൻഹാൻസ് ചെയ്തിട്ടുള്ളൊരു ലെൻസ് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തതും. പ്രത്യേകിച്ച് പിഗ്മെൻറ്റേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. ഒരു മിനിമൽ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ലുക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഐ മേക്കപ്പ് വന്നിട്ട് ആ ഒരു ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലും. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ നല്ല നീളമുള്ള ഹെയർ ആയിരുന്നു. പ്രത്യേകിച്ച് എക്സ്റ്റൻഷോ കേൾസോ ഒന്നും വേണ്ട. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പോൾ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻറ്റർ പാർട്ടീഷനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ബ്രൈഡ് അഫ്സിയയുടെ എൻഗേജ്മെൻറ്റ് മേക്ക് ഓവർ ലുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടമായി എന്തായാലും കമൻസിലൂടെ അറിയിക്കുക. ഇനി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ രാവിലത്തെ 2 വർക്കും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 പേർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മഴ അവർക്ക് ഫോട്ടോ ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര മഴയും ഇടിവെട്ടി മഴ. അപ്പോൾ ഇടിവെട്ടി മഴ. അപ്പം എൻ്റെ അടുത്ത് തീരുമാനമായിട്ടുണ്ട്. എന്നെ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി. കണ്ണൊക്കെ ടയർഡായി. ആദ്യമായിട്ടാട്ടോ ഒരു ദിവസം 2 വർക്ക് രാവിലെ ഒറ്റയടിക്ക് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം ഉണ്ട്. അത് പിന്നെ നമുക്ക് ഇത്തിരി ഒരു റെസ്റ്റ് ഇല്ല. നമുക്കിനി ഇത് പോയി കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. എന്തൊക്കെയാ ഒരു ദിവസം എനിക്കറിയാൻ മേല. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇഞ്ചക്ഷൻ. പിന്നെ കുഴപ്പമില്ല. ലാസ്റ്റ് ഇന്നത്തെയും കൂടെ ഉള്ളൂ അത്. ഇനി അപ്പോൾ വാക്സിൻ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി. പൂച്ച സ്നേഹിച്ചതാ. പൂച്ച മാന്തിയതല്ല, സ്നേഹിച്ചു എന്നെ. അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് ആ ഒരു വാക്സിനും കൂടെ കഴിഞ്ഞു. പിന്നെ മാസ്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ വിഷയമൊക്കെ എന്തോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാസ്കും വാങ്ങി. ഗായ്സ്, ഞങ്ങൾ മാസ്കിൽ കയറി കേട്ടോ. നല്ല വേദന കഴിഞ്ഞല്ലോ. എൻ്റെ മറ്റേ അന്നത്തെ സബ്സ്ക്രൈബർ ചേച്ചിയില്ലേ, ആ ചേച്ചി തന്നെയായിരുന്നു. എന്നെ അറിയാവുന്ന അല്ല, നേഴ്സ്. ചേച്ചിയല്ല, നേഴ്സായിരുന്നു. എനിക്കിന്ന് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. ഇനിയും ഇത് തന്നെ സൂക്ഷിച്ചു വെച്ചത് കഷ്ടപ്പെട്ട. ഇതിനി ഞാൻ സൂക്ഷിച്ചു വെച്ചത് തന്നെ എനിക്കറിഞ്ഞൂടെ. ഇനി എന്തായാലും മാന്തു വന്നാൽ ചെയ്യാനായിരിക്കും. നമ്മളങ്ങനെ വീട്ടിലെത്തിയതും ഫ്രഷായി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ട് നമ്മൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും വാപ്പി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു ഓഡിറ്റോറിയം. അതുകൊണ്ട് വലിയ ടാസ്കില്ല. ദൂരെ ആയിരുന്നെങ്കിൽ പണി കിട്ടിയേനെ, പോകാൻ പറ്റാതെ വന്നേനെ. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പേരെ അവിടെ കണ്ടു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. ചെന്ന ഉടനെ നമ്മൾ ഈ ഒരു ബ്രൈഡും ഗ്രൂമിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേരെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ച് നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ അവിടെ നിൽക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കൂടി എല്ലാം ഷടപടേന്നായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഇനി നേരെ അടുത്ത ബ്രൈഡിൻ്റെ സ്ഥലത്തോട്ട് പോവാണ്. ഹിന്ദു ബ്രൈഡാട്ടോ. അപ്പോൾ റിസപ്ഷനാണ് ഇന്ന്. നാളെയാണ് വെഡിങ് വർക്ക്. നാളെ ഇപ്പോൾ റിസപ്ഷൻ വർക്കാണുള്ളത്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുക. കറക്റ്റ് ടൈമൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അവരൊരു 3-3:30 ആകുമ്പോൾ ഫ്രീ ആക്കണം. അപ്പോൾ നമ്മൾ അവിടുന്ന് തന്നെ മീൻസ് നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോവാം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫ്രഷായി അങ്ങനെ ഇറങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇത് തന്നെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ നമ്മുടെ 3ാമത്തെ
ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മളിവിടെ ഓൾറെഡി ഉമ്മച്ച ഒരു കേക്ക് കൊടുത്തിട്ടുള്ള കാര്യം അറിഞ്ഞത്. ഈ ഒരു മോന് വേണ്ടിയിട്ടായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരും പരിചയപ്പെട്ടിട്ട് നമ്മൾ മേക്കപ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കറണ്ട് പോയും വന്നും നിന്ന് പണി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ക്രിമ്പൊക്കെ ചെയ്തു. എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒരു ടെൻഷൻ നിങ്ങൾക്ക് കാണാം, കാരണം കറണ്ട് പോയും വന്ന് നിൽക്കുന്നതിൻ്റെ. അപ്പോൾ എന്തായാലും വലിയ ടാസ്ക് ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രൈഡിൻ്റെ പേര് വന്ദന. ആൾ ഒട്ടും മേക്കപ്പ് ചെയ്തിട്ടില്ല. അനിയത്തിയാണ് എന്നെ ബുക്ക് ചെയ്തതും നല്ലപോലെ മേക്കപ്പ് ചെയ്യാനും അതുപോലെ ലെൻസ് വെക്കണ്ടെന്നൊക്കെ പറയും ആൾ. പക്ഷേ എന്ത് പറഞ്ഞാലും കേൾക്കരുത്, ഇഷ്ടത്തിന് ചെയ്തേക്കാനായിരുന്നു അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളുടെ ഈ ഒരു റിസപ്ഷൻ ലുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞു. ബ്രൈഡ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്കും റിലേറ്റീവ്സും അപ്പോൾ അപ്പുറത്തെ നെയ്ബേഴ്സൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല നീളൻ മുടിയും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വർക്കും അങ്ങനെ നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഇനിയപ്പോൾ ഒരു ടെമ്പിൾ ലുക്കാണ് ഈ ചേച്ചിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി രാവിലെ വന്നാൽ മാത്രം മതി. അപ്പോൾ അവിടെയും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനി അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഗൈസ്, നമ്മളങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നെന്ന് ചോദിച്ചാൽ ആ കട്ടിലിൽ അങ്ങ് കിടക്കുമായിരുന്നു. കുറച്ച് നേരം ഫോണിൽ നോക്കി. കറണ്ട് പോയി വന്ന് മഴ പെയ്ത് ഉറങ്ങിയില്ല, ഉറക്കം മാത്രം വന്നില്ല. പക്ഷെ എൻ്റെ കിളി 5-6 പോയി. അത് സംസാരിക്കാനും വയ്യ, തലവേദന, നടുവേദന, എല്ലാവിധ വേദനകളും എനിക്കിന്ന് കിട്ടി. കുഴപ്പമില്ല. ഇതിനിടയ്ക്കൂടി 500K ആയോ എന്ന് നോക്കി. അതും ആയില്ല, കുഴപ്പമില്ല. നാളെ ആയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. നാക്കൊക്കെ കുഴയുന്നു, വിശക്കുന്നു. ഗൈസ്, പിന്നെന്താ വിശേഷം? സുഖമാണോ എല്ലാവർക്കും? സുഖമാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. എനിക്കെന്താ ചോദിക്കണമെന്നറിയത്തില്ല. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചപ്പാത്തിയും കിഴങ്ങ് കറിയും. ഉച്ചയ്ക്ക് നല്ല ഹെവി അല്ലായിരുന്നോ? അയ്യോ, ഇന്ന് എന്തുവാ പറയുന്നത്? രാവിലെ ഉച്ചയ്ക്കും ഒക്കെ നമ്മുടെ വീട്ടിലെ ഫുഡ് ഇന്ന് ഇപ്പോഴാണ് കഴിക്കുന്നത്. വൈകിട്ട് ഒന്നും കഴിച്ചില്ല. നല്ല ചപ്പാത്തി, കിഴങ്ങ് കറി. ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമായേനെ, ഇത്തിരി പാട് വെട്ടേനെ ഞാൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു തിരക്കുള്ള ദിവസം റീസെൻ്റ് ആയിട്ടൊന്നും വന്നിട്ടുമില്ല. ഇനി വരുമായിരിക്കും, വരട്ടെ. ഇങ്ങനെയൊക്കെ തിരക്കൊക്കെ ആവട്ടെ അല്ലേ? അപ്പോൾ ഞാനിത് വ്ളോഗ് പ്രോപ്പറായിട്ട് എടുക്കുകയും ചെയ്തു. ഈ ഒരു തിരക്കിനിടയ്ക്ക് ഇതും ഇതിൻ്റെ കൂടെ കൂടെ നടന്നെന്നുള്ളതിലാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് സജഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെരുന്നാൾ റിലേറ്റ് ചെയ്തിട്ടൊക്കെ വ്ളോഗ് ഇടാനൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ. രാവിലെ ഇന്നത്തെ ആ ലാസ്റ്റ് ഒരിക്കൽ ബ്രൈഡിനെ റെഡിയാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.